ഇന്ന് നമുക്ക് കപ്പയും ബീഫ് കറി ഉണ്ടാക്കിയാലോ. ചീനി നന്നായി പൊളിച്ച് അരിയാം, എന്നിട്ട് കഴുകിയിട്ട് അടുപ്പത്തോട്ട് വെക്കാം. അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് എന്നാ ചെയ്യാം, അതിനുള്ള ചേരുവകളെടുക്കാം. മഞ്ഞൾ, തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് ചതയ്ക്കാം. ചതച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യും, വേവിച്ച് വെച്ചേക്കുന്ന കപ്പയിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല ഇളക്കിയെടുക്കാം. ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബീഫിനുള്ളത് എടുക്കാം. ബീഫ് നമ്മൾ നന്നായി കഴുകിയെടുക്കട്ടെ. ബീഫ് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. എന്നിട്ട് അതിന് ചേർക്കാനുള്ള ഇഞ്ചി, പച്ചമുളകും കൂടെ, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. കുക്കർ അടുപ്പി വെച്ച് ഓണാക്കിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതെല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇളക്കുക. മസാലക്കൂട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് ഇത്തിരി നോക്കുമ്പോഴത്തേന് നമ്മൾ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ കഴുകി വെച്ചേക്കുന്ന ഇറച്ചി എടുത്ത് അതിലോട്ട് ആഡ് ചെയ്യും. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് അടച്ച് വെച്ചിട്ട് കരിയാപ്പിലയും കൂടെ തൂവിയിട്ട് അടയ്ക്കാം. എന്നിട്ട് എന്നാ ചെയ്യാനാ, ബീഫും കപ്പയും റെഡിയായി. നമുക്കിനി